പരിശുദ്ധമായ പള്ളി ബാബരി മസ്ജിദ്, അതെന്നും ബാബരി മസ്ജിദ് തന്നെയാണ്. പലരും അതിനു വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള അഭ്യർത്ഥന, പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട്. വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്, പോയത് പോട്ടെ എന്ന് പറയുന്നവരുണ്ട്, അതിനെന്താ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാറുള്ളൂ, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും ആ പള്ളി ബാബരി മസ്ജിദിന്റെ മണ്ണ് അത് മസ്ജിദിന്റെ മണ്ണ് തന്നെയാണ്. രാമചരിതമാനസം എഴുതിയ തുളസീദാസ് പറഞ്ഞില്ലല്ലോ അവിടെയാണ് രാമൻ ജനിച്ചത് എന്ന്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ ഇടപെടലൂടെ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു വർഗീയമായ ചിന്ത ഉണ്ടാക്കിയത് ആലപ്പുഴ ജില്ലക്കാരനായ ഒരു മലയാളിയാണ്. ആ മലയാളി അന്ന് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞു, അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആ വിഗ്രഹത്തെ എടുത്ത് മാറ്റണം, അത് സത്യവിശ്വാസി മുസ്ലിങ്ങൾ